തൃശൂർ മുളങ്കുന്നത്തുകാവിലെ ടൂ വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ തീപിടുത്തം. ഒരാൾ വെന്തു മരിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. കാരണം വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 7 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ആദ്യഘട്ടത്തിൽ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വൈകിട്ട് 5 മണി വരെ മറ്റു തൊഴിലാളികൾ, അതായത് ഒരു ടൂ വീലർ സ്പെയർ പാർട്സിന്റെ ഗോഡൌൺ ആണ്, വലിയൊരു ഗോഡൌൺ ആണ്. മുളങ്കുന്നത്തുകാവിനടുത്ത് കോഴിക്കുന്നിലാണ് ഈ ഗോഡൌൺ പ്രവർത്തിച്ചു വരുന്നത്. 5 മണി വരെ മറ്റ് ജീവനക്കാരെല്ലാവരും ഉണ്ട്. അവർ പോയതിനു ശേഷം വെൽഡിംഗ് ജോലികൾക്കായിട്ടുള്ള ജീവനക്കാർ മാത്രമാണ് ഈ തീപിടുത്ത സമയത്തുണ്ടായിരുന്നത്. ഈ മരണപ്പെട്ട പാലക്കാട് കാവശ്ശേരി സ്വദേശി നിബിൻ അടക്കം 5 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ്, ഇവരുടെ വെൽഡിംഗ് ജോലികൾക്കിടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. തീപിടുത്തം ആദ്യഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇവർ 5 പേരും, നിബിൻ ഉൾപ്പെടെ 5 പേരും ചേർന്ന് ബാത്റൂമിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം എടുത്ത് തീ അണയ്ക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ അതുകൊണ്ടൊന്നും തീ നിയന്ത്രണ വിധേയമായില്ല. തീ വലിയ രീതിയിൽ വ്യാപിക്കുകയായിരുന്നു. ഇതിനിടെ പല ടൂ വീലറുകളടക്കം ഈ സ്ഥാപനത്തിലുണ്ട്. ഇത് പല ഭാഗങ്ങളിൽ നിന്നായി പൊട്ടിത്തെറികൾ ഉണ്ടായി. തീ വലിയ രീതിയിൽ പടർന്നു പിടിച്ചപ്പോൾ നിബിൻ ഒഴികെ മറ്റ് 4 പേരും അവിടെ നിന്നും ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ നിബിന് ഈ തീപിടുത്തത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. ഈ സംഭവം, ഈ തീപിടുത്തം പുറംലോകം അറിഞ്ഞപ്പോഴേക്കും സമയം കുറച്ച് വൈകിയിരുന്നു. അതിനുശേഷം ഇവർ ആദ്യഘട്ടത്തിൽ വടക്കാഞ്ചേരി ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിന്നീട് തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ കുന്നംകുളത്തു നിന്നും 7ഓളം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിനിടെയാണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള വിവരം ഫയർഫോഴ്സിന് ലഭിച്ചത്. രക്ഷപ്പെട്ടവർ തന്നെയാണ് ഈ വിവരം ഇവർക്ക് കൈമാറിയത്. തുടർന്ന് മുൻവശത്തുകൂടെ ഇവർക്ക് പ്രവേശിക്കാനായാലും വലിയ രീതിയിലുള്ള തീപിടുത്തമായി കഴിഞ്ഞു. അപ്പോഴേക്കും അങ്ങനെ ഇവർ ഈ ഗോഡൌണിന്റെ പുറകുവശത്തു കൂടിയാണ് ഫയർഫോഴ്സ് എത്തി ഈ നിബിനെ പുറത്തെടുത്തപ്പോഴേക്കും നിബിൻ മരിക്കുക മാത്രമല്ല വലിയ രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നിബിന്റെ മൃതദേഹം ഫയർഫോഴ്സിന് എടുക്കാനായത്. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 10:30 മണിയായി കഴിഞ്ഞു. ഈ സമയമായിട്ടും തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനായി കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 7 മണിക്ക് ആരംഭിച്ച തീപിടുത്തം 3.5 മണിക്കൂർ പിന്നിട്ടിട്ടും യാതൊരു വിധത്തിലും ഇത് അണയ്ക്കാനായിട്ടില്ല. 7ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവർ അവിടെയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ തീപിടുത്തത്തിൽ ഈ സ്ഥാപനത്തിനുണ്ടായിട്ടുള്ള നഷ്ടം വിലയിരുത്താൻ ഇപ്പോൾ ആയിട്ടില്ല. ഈ കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഓട്ടോനിറ്റി എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വെൽഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മറ്റ് കാരണങ്ങളോ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ നിബിൻ അതിദാരുണമായി വെന്തു മരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. പാലക്കാട് കാവശ്ശേരി സ്വദേശിയാണ്. 22 വയസ്സ് മാത്രമാണ് നിബിന്റെ പ്രായം. അതില്ല അനീഷ്, അതേസമയം 5 പേരാണ് തീപിടുത്തത്തിൽ പെട്ടതെന്ന് പറയുകയുണ്ടായി. ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ബാക്കിയുള്ളവർക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല. ബാക്കി 4 പേരാണ് ഉണ്ടായിരുന്നത്. അവർ ഈ പൊട്ടിത്തെറി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊട്ടിത്തെറി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അവർക്ക് അവരുടെ സ്വയം ജീവരക്ഷാർത്ഥം അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നിബിന് ഇത്തരത്തിൽ രക്ഷപ്പെടാനായില്ല. നിബിൻ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ആദ്യഘട്ടത്തിൽ ബാത്റൂമിലായിരുന്നു. പിന്നീടാണ് പുറത്തേക്ക് വന്നതും തീപിടുത്തത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. തീ കെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അങ്ങനെയാണ് ജീവരക്ഷാർത്ഥമാണ് 4 പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ നിബിന് ഈ തീപിടുത്തത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനായില്ല. ഈ പുറത്ത് കടന്നവരാണ് ഇത്തരത്തിൽ ഒരാൾ കുടുങ്ങിക്കിടക്കണമെന്നുള്ള വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ഫയർഫോഴ്സിന് മുൻവശത്തു കൂടി പ്രവേശിക്കാനാകാതെ പുറകുവശത്തു കൂടി കടന്നാണ് നിബിനെ പുറത്തെത്തിച്ചപ്പോഴേക്കും നിബിൻ കത്തിക്കരിഞ്ഞ് മരണത്തിന് കീഴടങ്ങി. വലിയ രീതിയിലുള്ള തീപിടുത്തം നിബിനെ ബാധിച്ചു. അത്തരത്തിൽ നിബിൻ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നിബിന്റെ മൃതദേഹം കെട്ടിയത്. എന്തായാലും എന്താണ് ഇത്തരത്തിൽ കാരണമെന്നാണ് ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത്. കാരണം വലിയൊരു ഗോഡൌൺ ആണ്, ഷോർട്ട് സർക്യൂട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ തീപിടുത്തങ്ങൾക്കെല്ലാം കാരണമായി വരാറ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് ഈ തരത്തിൽ തീപിടുത്തം ഉണ്ടായത്? ഷോർട്ട് സർക്യൂട്ടാണോ അതോ വെൽഡിംഗ് ജോലികൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈകിട്ട് 5 മണിവരെ നിരവധി തൊഴിലാളികൾ ഈ സ്ഥാപനത്തിലുണ്ട്. അവരെല്ലാം പോയതിനു ശേഷമാണ് വെൽഡിംഗ് ജോലികൾ
സ്ഥാപനത്തിൽ നടക്കുക എന്ന് പറയുന്നു. ഈ വെൽഡിംഗ് ജോലികൾക്കായി എത്തിയതാണ് നിബിൻ ഉൾപ്പെടെയുള്ള 5 പേർ. ഈ വെൽഡിംഗ് ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനു ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താണ് തീപിടുത്തത്തിനുണ്ടായ കാരണം എന്ന് ഇപ്പോഴും വ്യക്തമായി അതെല്ലാം വിദഗ്ധ പരിശോധനയിലേ മനസ്സിലാകൂ. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമിക ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഫയർഫോഴ്സിന്റെ തീ അണയ്ക്കുക എന്ന് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള തീ ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് കെടുത്താനാകുന്ന ഒരു തീയല്ല അവിടെ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്ത് നിന്നും അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്നും ഉൾപ്പെടെ ഫയർഫോഴ്സ് എത്തിയാണ് 7ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 മണിക്ക് ആരംഭിച്ച തീപിടുത്തമാണ്. ഏകദേശം 3.5 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഗൗരവകരമായ കാര്യം. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ചേർന്ന് പരിശ്രമിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിന് ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.